ഗസയെ വീണ്ടും ചോരക്കളമാക്കി ഇസ്രായേൽ. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഗസയിലുടനീളം വ്യോമാക്രമണം നടത്തി. മണിക്കൂറുകൾക്കകം കുട്ടികളടക്കം 300-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ചുവെന്ന് ഹമാസ് പ്രതികരിച്ചു. ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം നിർണായകമാകും. കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ, വീണ്ടും വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ഒപ്പം അമേരിക്ക കൂടെയുണ്ട് എന്നും പറയുന്നുണ്ട്. ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? അമൃത, ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 304 കടന്നിരിക്കുകയാണ്. ഓരോ നിമിഷവും ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഗസയിൽ കഴിഞ്ഞ രാത്രി ഉടനീളം ഇസ്രായേൽ ബോംബിടുകയായിരുന്നു. ഗസ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആക്രമണത്തിന് അമേരിക്കയുടെ കൂടി പിന്തുണയുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമോ, അതല്ല ഇപ്പോൾ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസത്തെ ആക്രമണത്തിൽ അവസാനിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുമ്പിലെ വഴി. കാരണം ഈ മാസം 31 മുമ്പ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പാസ്സാവേണ്ടതുണ്ട്. അതിന് തീവ്ര വലതുപക്ഷ കക്ഷികളുടെ കൂടി പിന്തുണ ആവശ്യമാണ്. തീവ്ര വലതുപക്ഷ കക്ഷികൾ, ബസലേൽ സ്മോട്രിച്ചിനെ പോലെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് യുദ്ധത്തിലേക്ക് തന്നെ മടങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലായെങ്കിൽ സർക്കാരിൽ നിന്നുള്ള പിന്തുണ പിൻവലിക്കും എന്നാണ് അവരുടെ ഭീഷണി. അതുകൊണ്ട് തന്നെ സർക്കാരിനെ താങ്ങി നിർത്താൻ യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നെതന്യാഹുവിന് മുമ്പിലുള്ള വഴി. അതുകൊണ്ട് തന്നെയാണ് ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൈറോയിൽ ഹമാസും ഇസ്രായേലും അതേപോലെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ തുടർന്നത്. ആ ചർച്ചയിൽ ഹമാസ് അവരുടെ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചു. ഇനിയൊരു ബന്ദിമോചനം ഉണ്ടാകണമെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകണം. രണ്ടാം ഘട്ട വെടിനിർത്തൽ എന്നത് ഗസയിൽ സമ്പൂർണ്ണമായ വെടിനിർത്തലാണ് നേരത്തെ ധാരണയുള്ളത്. ആ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോകാതെ ഇനി ഒരു ബന്ദിയെ വിമോചിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാട് ഹമാസ് സ്വീകരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളക്കം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം. അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ്